നമസ്കാരം. പി.വി. അൻവറെ തടവറയിൽ തള്ളിയതിന്റെ സൗഖ്യത്തിൽ ഇന്നലെ കിടന്നുറങ്ങിയവരുണ്ടാകും. അവർക്ക് ഇന്ന് ഉറക്കം കിട്ടില്ല. 120 പോലീസുകാരെ ഇറക്കി ഇന്നലെ കളിച്ച ഒതായി നാടകത്തിന്റെ കർട്ടൻ ഇന്ന് കോടതിയിട്ടു. 24 മണിക്കൂർ വേണ്ടി വന്നില്ല അൻവറിന് ജാമ്യ ഉത്തരവ് കിട്ടാൻ. തന്റെ ഉത്തരവാണ് അന്തിമം എന്ന് കരുതുന്നവർക്ക് കോടതി നൽകിയ പ്രഹരം. റാൻ മൂളികളായ കാക്കിപ്പടയ്ക്ക് പിന്നെ എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട മണി എന്ന പാവ മനുഷ്യനെ, അല്ലെങ്കിൽ അത്തരം മനുഷ്യരെ ആനയോ പുലിയോ കടുവയോ തിന്നിട്ട് കടന്നു പോകുന്ന ഒരു സാധാരണ സംഭവത്തെ അൻവർ വലുതാക്കി എന്ന് കരുതുന്ന വനമന്ത്രിയെ പറ്റിയും അധികം പറയാനില്ല. പറയാനുള്ളത് അൻവറിനെ പറ്റിയാണ്. അൻവർ ഇറങ്ങി വരികയാണ്. കൂടുതൽ കരുത്തനായാണോ ആ വരവ്? മുന്നണിയിൽ നിന്ന് പുറത്താക്കിയും പൊതുപ്രവർത്തനം നടത്താതിരിക്കാൻ അകത്താക്കിയും കളിക്കുന്നവർക്കുള്ള മറുപടി നൽകാനാണോ ആ വരവ്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. അടിക്ക് തിരിച്ചടിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, DMK-യുടെ പ്രതിനിധി ഹംസ പറക്കാട്ട്, ഇടത് സഹയാത്രികൻ ഡോക്ടർ B. ജയരാജ്, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് T. അസഫ് അലി എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം അഡ്വക്കേറ്റ് T. അസഫ് അലി, ഇന്നത്തെ ഈ കോടതി ഉത്തരവ് ആർക്കുള്ള സന്ദേശമാണ്? എന്താണ് ആ സന്ദേശം? നമ്മൾ ഇന്നലെ രാത്രി കണ്ടത് എന്താണ്? കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. പാതിരാവിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരു MLA-യുടെ വീട് 120ഓളം പോലീസുകാർ വളയുന്നു. സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന ഒരു വീട്ടിൻ്റെ അകത്ത് കാക്കി ഉടുപ്പുകാർ ധരിച്ചു ഒരു MLA കസ്റ്റഡിയിലെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുറ്റം പുറത്തു വന്നു. പൊതു മുതൽ നശിപ്പിക്കാൻ പ്രേരണ നൽകി. നമ്മൾ 2 പ്രേരണ കുറ്റങ്ങളാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്തത്. അതിലൊന്ന് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമായിരുന്നു PP ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മേൽ ചുമത്തിയത്. ആ കേസ് ചുമത്തി. അത് ശരിക്കൊരു അസാധാരണമായ ആത്മഹത്യയായിരുന്നു. ആത്മഹത്യാ പ്രേരണം, അത് കൊലപാതകമെന്ന് പറയുന്നു. അതിരിക്കട്ടെ. ആ കുറ്റം ചുമത്തി കണ്ണൂരിലെ പോലീസ് ദിവ്യയെ ഒളിപ്പിക്കുകയായിരുന്നു. ശരിക്കും 2 ആഴ്ച വരെ ആ ഭാഗത്തേക്ക് ഈ മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം അതിശക്തമായി ദിവ്യയുടെ നടപടിയെ അപലപിച്ചിട്ടും പോലീസ് അവരെ തൊടാൻ പോയില്ല. ഇവിടെ നടന്നത് എന്താണ്? P.V. അൻവർ ഉന്നയിച്ച വിഷയം ചെറുതാണോ? കേരള ഗവൺമെൻറ്റാണ് ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈൽഡ് അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിനെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരു കണക്കുണ്ട്. കേരളത്തിൽ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ വൈൽഡ് അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായി 1045 പേരെയാണ് മൃഗങ്ങൾ കൊന്നത്. അവിടെ തീർന്നില്ല. 8364 പേർക്ക് ഈ കാലയളവിൽ മൃഗങ്ങളുടെ ആക്രമണമേറ്റ് ഗുരുതരമായി പരിക്കേറ്റു. അവിടെയും അവസാനിച്ചില്ല. 56,773 വസ്തുക്കൾ, മുതലുകൾ മൃഗങ്ങൾ തകർത്തു. അങ്ങനെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇതുപോലൊരു മരണം, ദാരുണമായ മരണം നടന്നപ്പോൾ അതിൽ സമരം ചെയ്തു എൻ്റെ പേരിൽ. നമ്മളെല്ലാം ഇന്നലെ എല്ലാ വിഷ്വൽസും കണ്ടതല്ലേ? അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു പൊതു മുതൽ നശിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു ആഹ്വാനമോ ഒരു പ്രേരണയോ P.V. അൻവർ നടത്തിയതായി നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളെ പോലീസിൻ്റെ ജോലി എന്താണ്? കള്ളക്കേസിൽ ആളെ പ്രതിയാക്കലാണോ? ഒരു ഇല്ലീഗൽ അറസ്റ്റ്, എനിക്ക് അത്ഭുതം. ഇല്ലീഗൽ അറസ്റ്റിനെ കുറിച്ച് AK ഗോപാലൻ്റെ പാർട്ടി ഭരിക്കുന്നൊരു സംസ്ഥാനത്താണ് ഈ നിയമവിരുദ്ധമായ അറസ്റ്റ് നടന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിച്ച് 3ാമത്തെ മാസം കേട്ട കേസ് AK ഗോപാലനെ നിയമവിരുദ്ധമായി തടങ്കിൽ വെച്ച കേസായിരുന്നു. AKGക്ക് വേണ്ടി അന്ന് ഹാജരായ MK നമ്പ്യാർ വാദിച്ചത് വ്യവസ്ഥാപിതമായ നിയമത്തിൽ കൂടി, അതായത് അസംബ്ലിയോ പാർലമെന്റോ പാസ്സായ നിയമത്തിൽ കൂടി ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം എന്നത് തെറ്റാണ്. ആ നിയമം തന്നെ യുക്തിയുക്തമായിരിക്കണം, ന്യായയുക്തമായിരിക്കണം. അനുചിതമോ ന്യായവിരുദ്ധമോ ആവരുത് എന്ന് സുപ്രീം കോടതിയിൽ വാദിച്ച
AK ഗോപാലന്റെ പാർട്ടിയാണ് പാതിരാവിൽ ഒരു വീട്ടിൽ കയറി ഒരു MLA അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. സുപ്രീം കോടതി അന്നത് സ്വീകരിച്ചില്ല. പക്ഷെ 28 വർഷം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഒരു യുറീക്കെ കോൾ, ഞങ്ങൾക്ക് 28 വർഷം മുമ്പ് ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു. 2 ജഡ്ജിമാരാണ് AKGയുടെ വാദം അന്ന് അംഗീകരിച്ചത്, മഹാജനും ഫസൽ അലിയും. 28 കൊല്ലം കഴിഞ്ഞപ്പോൾ മനേകാ ഗാന്ധിയുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, കാരണം നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു അവകാശമാണ് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. എന്ത് കാരണത്താലാണ്, ഞാൻ ചോദിക്കട്ടെ, പൊതുമുതലിനോട് എപ്പോഴാണ് ഈ ഇടതുപക്ഷ മുന്നണിക്ക് അല്ലെ പിണറായി വിജയന് വലിയ താല്പര്യം തോന്നിയത്? നമ്മളെല്ലാം ലോകം മുഴുവനും കണ്ടതാണ് കേരള നിയമസഭ തച്ച് പൊളിച്ച കഥ. ആരാണതിൽ പ്രതികൾ? ശിവൻകുട്ടി, KT ജലീൽ, ഇവരെല്ലാം ആ കേസിൽ പ്രതികളാണ്. ലോകം കാണുന്നു. അൻവർ പൊളിക്കുന്നതോ ആഹ്വാനം ചെയ്തതോ ആരും കണ്ടില്ല. ആ കേസ് പിൻവലിക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി അത് തള്ളി. ഹൈക്കോടതിയിൽ ഡൽഹിയിൽ നിന്ന് വിലപ്പെട്ട വക്കീലന്മാരെ, കോടികൾ ചെലവഴിച്ച് വക്കീൽമാരെ കൊണ്ടുവന്നു. എന്തിനാണ്? ആ നിയമസഭ പൊതുമുതൽ തച്ചു തകർത്ത കേസിൽ നിന്ന് പ്രതികൾക്ക് കുറ്റമുക്തി നേടാൻ, പിൻവലിക്കാൻ ഉള്ളൊരു കേസ് ജയിച്ചു കിട്ടാൻ വേണ്ടി കേരള ഹൈക്കോടതി അതെടുത്ത് ചാടി. സുപ്രീം കോടതിയിൽ പോയി. ഞാൻ പറയുന്നത്, പൊതുമുതലിനോട് CPM-ന് എപ്പോഴാണ് ഇത്രയും താല്പര്യം വന്നത്? ഒരു വ്യക്തിയുടെ, അത് അൻവർ ആണെങ്കിലും ഇന്ത്യൻ അതിർത്തിയിൽ വിദേശിക്ക് പോലും ആർട്ടിക്കിൾ 21 പരിരക്ഷ ഒരു ഇന്ത്യക്കാരനും നോൺ ഇന്ത്യൻസിനുമാണ് ഇന്ത്യൻ അതിർത്തിയിൽ ജീവിക്കുന്നത്. അവിടെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം. അടിയന്തരാവസ്ഥ കാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്തതിന് പുറത്ത് കയറി പ്രസംഗിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഇന്ന് മന്ത്രിമാരും ചില നേതാക്കന്മാരും പറയുന്നു കേട്ടു അത് ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, എവിടെ കൊണ്ടുപോയി? കണ്ണൂർ സെൻട്രൽ ജയിൽ കൊണ്ടുപോയി, അവിടുന്ന് തവന്നൂർ കൊണ്ടുപോയി. ഇദ്ദേഹം പിടികിട്ടാ പുള്ളിയാണോ? ഇദ്ദേഹം താലിബാൻ അക്യൂസ്ഡ് ആണോ? ഇദ്ദേഹം അൽ-ഖൈദ പ്രതിയാണോ? ജനാധിപത്യമല്ലേ ഇത്? ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. എന്താ കാരണം? തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അഭിപ്രായങ്ങൾക്കെതിരെ ഒരു വിലങ്ങ് തടിയായി എതിരഭിപ്രായം പറഞ്ഞു എന്നത്. നമുക്ക് അത്ഭുതമില്ല. MV രാഘവനോട് ചെയ്തത് അതാണ്. MVRനോട് ചെയ്തതുപോലെ കാലം മാറുന്നു, ജനങ്ങൾ പ്രബുദ്ധരാണ്. ഇനി അത്ര കാലം ഈ പിണറായി ഇവിടെ നിയമവാഴ്ചയെ കുറിച്ച് ഇടതുപക്ഷ കൺവീനർ നിയമവാഴ്ചയെ കുറിച്ച് പറയുന്നു. ഇത് നിയമവാഴ്ചയല്ല, ഇത് നിയമം കൊണ്ട് വാഴാനാണ് ഇവർ ശ്രമിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പരമപ്രധാനമായ ഒരു വിഷയം, അത് സ്വന്തം നിയോജക മണ്ഡലത്തിൽ നടന്നൊരു മരണത്തെ തുടർന്ന് അതിൽ ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തു നിന്ന് പറ്റിയ ഗുരുതരമായ വീഴ്ചക്കെതിരെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുന്നവർക്കെതിരെ മിസ്റ്റർ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു? എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അതുകൊണ്ടാണ് പറഞ്ഞത് ദിസ് ഈസ് ടോട്ടലി ആൻ ഇല്ലീഗൽ അറസ്റ്റ്. ഈ ഇല്ലീഗൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഭരണകൂട ഭീകരതയാണിത്. ദിസ് ഇസ് എ ടെറർ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത്. ഇദി അമീന്റെ നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. ശരി, ശ്രീ ആസഫ് അലി, അങ്ങയിലേക്ക് വരാം. ശരി, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ തവനൂർ ജയിലിൽ നിന്നുള്ളതാണ്. അതിന്റെ വാതിൽക്കൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏത് സമയവും ഒരുപക്ഷെ അൻവർ പുറത്തേക്ക് ഇറങ്ങി വരാം. റിലീസിംഗ് ഓർഡറുമായി അവിടേക്ക് ബന്ധപ്പെട്ടവർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇന്നിപ്പോൾ AK ശശീന്ദ്രൻ അവിടെ എത്തുകയുണ്ടായി. സാധാരണഗതിയിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നൊരു മന്ത്രിയല്ല ശശീന്ദ്രൻ. ഇപ്പോൾ വന്നതും ഏതെങ്കിലും തരത്തിൽ ആ ചോലനായ്ക്ക വിഭാഗത്തെ കാണാനോ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനോ ഒന്നുമല്ല. മന്ത്രി വന്നത് ആ ഓഫീസിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനാണ്. എന്നു മാത്രവുമല്ല, അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി, നിങ്ങളുടെ MLA-മാരെ തന്നെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. എന്നാൽ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ജനപ്രതിനിധിക്കില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണോ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം? അടുത്ത വാചകങ്ങൾ കേട്ടോളൂ. മറ്റ് സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ MLA-മാർ, പ്രതിപക്ഷ MLA-മാർ തന്നെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. നിങ്ങളെ കൂടി കൂട്ടുപിടിച്ചിട്ടാണോ ശശീന്ദ്രന്റെ വാദം?
അല്ല, അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് പോലും ഇല്ല. അപ്പോൾ ഇതിനു മുമ്പ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നാണ്. വനം വകുപ്പ് മന്ത്രി സത്യത്തിൽ കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയിൽ ഒരു ചെറുപ്പക്കാരൻ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോൾ അവിടേക്ക് ചെല്ലാൻ വനംവകുപ്പിന്റെ ഫോറസ്റ്റിന്റെ ജീപ്പിന് ഡീസൽ അടിക്കാൻ പൈസ ഇല്ലായിരുന്നു എന്നുള്ള ന്യായമൊക്കെയാണ് കേട്ടത്. ഞാൻ പറയുന്നത് ഇങ്ങനെ കഴിവുകെട്ട മന്ത്രിമാരെ ചുമക്കുന്നതിലും ഭേദം അദ്ദേഹം രാജിവെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി പകരം ആ വകുപ്പ് മറ്റേതെങ്കിലും ഒരു മന്ത്രിക്ക് കൊടുത്താൽ ഒരു മന്ത്രിക്ക് കൊടുക്കുന്ന ശമ്പളം ഒഴിവാക്കാം. ഇത്തരം ഫോറസ്റ്റിന്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാനുള്ള പൈസയെങ്കിലും ലാഭിക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഓടിയെത്താനുള്ള ഒരു സൗകര്യമെങ്കിലും ഉണ്ടാവും. ഇതില് വനം വകുപ്പ് കേരളത്തിലെ കർഷകർക്ക്, മലയോര ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വെറുതെ ഈ പഴി പറയുകയും തള്ളു പറയുക അല്ലാതെ ഓഫീസിലെ കസേരയുടെ കാലൊടിഞ്ഞോ എന്ന് നോക്കുന്നതിന് പകരം ഒരു പാവപ്പെട്ട ആദിവാസി മരണപ്പെട്ട ആ വിഷയത്തിൽ ഒരു അനുഭാവം പ്രകടിപ്പിക്കാൻ മനസാക്ഷി ഇല്ലാത്ത ആളുകൾ ഇവരുടെ മുമ്പിൽ മരക്കസേരയ്ക്കാണ് വില, മനുഷ്യന്മാർക്കല്ല. ഇവിടെ PV അൻവർ ഉയർത്തുന്ന ഒരു കോസ് ഉണ്ട്. ആ കോസ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലേ. മലയോര ജനതയുടെ ആവശ്യം അംഗീകരിക്കപ്പെടേണ്ടതല്ലേ. അവരുടെ കാര്യത്തിൽ ഇപ്പോൾ വന്യജീവി നിയമത്തിന്റെ നൂലാമാലകൾ ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ആ നൂലാമാലകൾക്ക് അപ്പുറത്ത് നിന്ന് മനസാക്ഷിയോടുകൂടി ആ മനുഷ്യരെ ഒന്ന് അഭിമുഖീകരിക്കാൻ, അവരെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ. അതില്ലാത്ത ആളുകളാണ് കേരളം ഭരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇവരെ മറ്റാളുകളുമായിട്ട് ഒന്നും കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പലരും ഇന്നലെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. കേരളത്തിന്റെ നിയമസഭ പട്ടാപ്പകൽ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ ലൈവായിട്ട് അടിച്ചു പൊളിച്ച ആളുകൾ PV അൻവറെ അറസ്റ്റ് ചെയ്തു, ന്യായമാണോ എന്ന്. അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, അന്ന് നിയമസഭ അടിച്ചു പൊളിച്ചത് യാതൊരു ഉളുപ്പും നാണവും ഇല്ലാത്ത ആളുകളാണ് ചെയ്തത്. കാരണം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ലോകം മുഴുവൻ കണ്ട ഒരു കാര്യം ഇല്ല എന്ന് പറയുന്ന അത്രത്തോളം നാണം കെട്ട ആളുകളാണ് ചെയ്തത്. രണ്ടാമത്തത്, അന്ന് കേരളം ഭരിച്ച ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു, ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ആ MLA-മാരെ വേട്ടയാടി പിടിക്കാതെ അവരുടെ വീടിന് ചുറ്റും 120 പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് രാത്രി കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കാത്ത ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കറുത്ത ഉടുപ്പിട്ടാൽ, കറുത്ത മാസ്ക് ഇട്ടാൽ, ആരെങ്കിലും വഴി സൈഡിൽ ഒരു ഗ്യാസ് സ്റ്റവ് കത്തിച്ചാൽ പോലും പേടിച്ച് വിരളുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അദ്ദേഹം വരണ്ടു പോകും. ഒരു ഫാസിസ്റ്റിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയോ? സ്വന്തം നിഴലിനെ പോലും അവസാന കാലഘട്ടത്തിൽ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മൾ സ്റ്റാലിനെ കുറിച്ചിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സകല ആളുകളെയും ഭയമായിരുന്നു. അതിന് സമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അവസ്ഥയും. ഇവിടെ PV അൻവർ ഉന്നയിച്ച ആ കോസ്, അതിനൊരു വില കൊടുക്കണ്ടേ? PV അൻവർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു പൊളിക്കുന്നതായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം കാണിച്ചു തരാൻ പറ്റുമോ? ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് സമരത്തിൽ പങ്കെടുക്കുന്ന പല ആളുകളുണ്ടാവും. ഉദ്ഘാടനം ചെയ്ത ആളുകൾ അല്ലെങ്കിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത നടക്കുന്ന സമയത്ത് ആ MLA പോയതിനു ശേഷം അവിടെ അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് അദ്ദേഹം പ്രതിയാക്കപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ആളുകളും പ്രതിയാക്കപ്പെടേണ്ട സാഹചര്യമില്ലേ? ഇവിടെ റോഡ് നടുവഴി കെട്ടിയടച്ചുകൊണ്ട് സമ്മേളനം നടത്തിയ MP ഗോവിന്ദൻ ഇപ്പോഴും ഈ ലോകം മുഴുവൻ തള്ളിക്കൊണ്ട് നടക്കുന്നില്ലേ? ഇല്ലേ? പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ തോന്നിവാസം നടക്കുന്നത്. ജയിൽ ഉപദേശക സമിതിയിലുള്ള CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ജയിലിൽ സന്ദർശിക്കുകയും പക്ഷപാതപരമായിട്ടുള്ള നിലപാട് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പൊ ഇതിലെല്ലാം നമ്മൾ ഇതിനെ ഇങ്ങനെ സമീകരിച്ച് കാണാൻ പറ്റില്ല. PV അൻവറെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ PV അൻവറിന് കിട്ടുന്ന ആ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് പിണറായി വിജയൻ സംഭാവന ചെയ്താണ്. പിണറായി വിജയന്റെ അല്ലെങ്കിൽ ആശയമാണത് കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അൻവർ പുറത്തേക്ക് വരുന്നതല്ല കാണുന്നത്. പക്ഷേ അൻവറിന്റെ റിലീസുമായി ബന്ധപ്പെട്ട രേഖകൾ, ജാമ്യ ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ നിന്ന് കിട്ടിയത് ഇപ്പോൾ ജയിലിൽ എത്തിച്ച് തുടർ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവിടെ എന്താണ് സാഹചര്യം എന്നത് അറിയേണ്ടതുണ്ട്, പുതിയ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. എന്തായാലും നാം പ്രതീക്ഷിക്കുന്നത് അൻവർ ഉടൻ തന്നെ ജയിൽ മോചിതനാകും എന്ന് തന്നെയാണ്. ആ വിവരങ്ങളിലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ തുടർന്നോളൂ. അല്ല, ഞാൻ വേറെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. കുറച്ചു കാലം മുമ്പ് ചാലക്കുടിയിൽ SFI-കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ITIയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാകുമ്പോൾ തെരുവിൽ പോലീസുമായിട്ട് ഏറ്റുമുട്ടി നിഖിൽ പുല്ലൻ എന്ന് പറഞ്ഞ SFI-യുടെ ഒരു തെമ്മാടി ആ പോലീസ് ജീപ്പിന്റെ ചില്ല് പരസ്യമായിട്ട് അടിച്ചു പൊളിച്ചത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ലൈവായി നാട്ടുകാർ കണ്ടതാ. ഈ നിഖിൽ പുല്ലനെ ആ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ ഒരു അശോകനുണ്ട്, CPM-ന്റെ നേതാവ്. ഈ അശോകനെ ഒന്നും വീട്ടിൽ പോയി പിടിക്കുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. ഇതുപോലെ കൊടും ക്രിമിനലുകളെ ഇവർ വീട് കയറി പിടിക്കുന്നത് നമ്മൾ കണ്ടോ? PP ദിവ്യ
10-14 ദിവസമല്ലേ PP ദിവ്യയെ കാണുമ്പോൾ പോലീസ് ഒളിച്ചു നടന്നത് അല്ലേ? ഈ പോലീസിന്റെ മുൻപിലല്ലേ 100 മീറ്റർ പോലും ഇല്ലാത്ത ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് PP ദിവ്യ രാജിക്കത്ത് കൊടുത്തത്? എത്രയൊക്കെ തോന്നിവാസവും കോമാളിത്തരം നമ്മൾ കണ്ടു. അപ്പൊ PV അൻവറെ ഇത്ര ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അറസ്റ്റ് ചെയ്ത് ഇത്ര വലിയ ചന്ദ്രഹാസം വിളക്കേണ്ട എന്ത് രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ മറുപടി പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഈ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുമ്പോൾ PV അൻവർ കുറച്ചു കാലം മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ CPM-നെതിരെ ADGP MR അജിത് കുമാറിനെതിരെ പ്രസ്താവനകളുമായിട്ട് നിരന്തരം കേരളത്തിൽ നിറഞ്ഞു നിന്ന 21 ദിവസക്കാലം CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടിട്ടില്ല. 21-ാം ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ച് കുറെ തള്ളിയപ്പോഴാണ് ഇവരൊക്കെ വന്ന് ചാനലുകളിൽ ഇരുന്ന് മറുപടി പറയാൻ പറ്റിയത്. അപ്പോ ഇവർ ഭയക്കുന്നത് PV അൻവർ മാത്രമല്ല, PV അൻവർ ഉയർത്തുന്ന ആശയങ്ങളെ കൂടിയാണ്. PV അൻവർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ PV അൻവർ പറയുമ്പോൾ അതിന് കുറെ കൂടി പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ പിണറായി വിജയനെ പിന്തുണച്ച PV അൻവർ ആ ലാവണത്തിൽ നിന്ന് പുറത്തു വന്ന് പിണറായി വിജയനെ വെല്ലുവിളിക്കുമ്പോൾ അത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുക. PV അൻവറിനോട് പകയിൽ പടച്ചെടുത്ത കള്ളക്കേസിൽ പിടിച്ച് അകത്തിട്ടാൽ പുറത്തു വരുമ്പോൾ PV അൻവർ അകത്ത് പോയ PV അൻവറിനേക്കാൾ ശക്തനായിട്ടുള്ള അൻവറായിട്ടാണ് പുറത്തു വരുന്നത്. ഇത് അൻവറിന്റെ മാത്രം ശക്തിയല്ല, കേരളത്തിന്റെ ജനപക്ഷത്തിന്റെ ശക്തിയാ, പ്രതിപക്ഷത്തിന്റെ ശക്തിയാ. പ്രതിപക്ഷത്തിന്റെ ഓരം ചേർന്നുകൊണ്ട് പിണറായി വിജയനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന സാധാരണ മനുഷ്യരുടെ ശബ്ദമാണ് PV അൻവറിന് ശക്തിയായിട്ട് മാറാൻ പോകുന്നത്. PV അൻവർ ഉന്നയിക്കുന്ന കോസിനെ അഡ്രസ് ചെയ്യാൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഉയർത്താനുള്ളത്. ശരി, ഡോക്ടർ B ജയരാജ്, എന്തിനായിരുന്നു തിടുക്കപ്പെട്ട് 120ഓളം പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഒതായിയിലെ അൻവറിന്റെ വീട്ടിൽ നിന്നുള്ള ഏതാണ്ട് പാതിര അറസ്റ്റ് എന്ന് പറയാവുന്ന ഈ നടപടി? നമ്മുടെ അഡ്വക്കേറ്റ് T ആസിഫ് അലി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് വളരെ ധാരാളമായിട്ട് കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ സാധാരണപ്പെട്ട മനുഷ്യരെ കൊന്നെടുക്കുകയും അവരുടെ ഭവനങ്ങൾ നശിപ്പിക്കുകയും മറ്റുള്ള ആളുകൾക്ക് പരിക്കുകൾ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കേന്ദ്ര നിയമത്തിൻ്റെ അരികു പിടിച്ചുണ്ടാക്കിയ കേരളത്തിലെ വനനിയമം, ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന കരട് നിയമം പോലും വളരെ പീപ്പിൾ ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ അൻവറിൻ്റെ മണ്ഡലത്തിലെ ഒരു ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ ചവിട്ടിക്കൊല്ലുകയും അതിനെ തുടർന്ന് അൻവർ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തത്. ആ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് പക്ഷേ അതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിലും പ്രൊവക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ആ പ്രൊവക്കേഷൻ്റെ ഭാഗമായിട്ടാണ് DFO ഓഫീസ് ആക്രമിക്കുകയും അതിനെ തുടർന്നുണ്ടായാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു MLA അറസ്റ്റ് ചെയ്യുന്നത് AK ഗോപാലനിൽ അവിടെ നിൽക്കുന്നില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അറിയാലോ, അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയി അതിക്രൂരമായി കരുണാകരൻ്റെ പോലീസ് മർദ്ദിക്കുകയും ആ മർദ്ദിച്ച ആ ചോരയിൽ മുങ്ങിയ ആ ഷർട്ടുമായി വന്ന് നിയമസഭയിൽ കയറി അത് പറഞ്ഞപ്പോൾ അന്നേരം ഇരുന്ന സ്പീക്കർ പൊട്ടിക്കരഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനേകം വിദ്യാർത്ഥി സമരങ്ങളെ ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എന്താ ചെയ്തതെന്നറിയോ? ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചുകൊണ്ട് ജനനേന്ദ്രിയത്തിൽ വെച്ചു. അതാണ് ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പോലീസ് ചെയ്തത്. അങ്ങനെ ഭരണകൂട അട്രോസിറ്റീസ് പറയാനാണെങ്കിൽ ജിൻഡോ ജോൺ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് മൈതാന പ്രസംഗം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. വെറുതെ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പോലീസിന് ഇടപെടേണ്ടി വരും, അറസ്റ്റുകൾ ഉണ്ടാവേണ്ടി വരും. അത് സ്വാഭാവികമാണ്. നിയമം ആര് കൈയെടുത്താലും, ഞാൻ കയ്യിലെടുത്താലും ശരി തന്നെ, ജിൻഡോ ജോൺ കയ്യിലെടുത്താലും തന്നെ അങ്ങേക്ക് അങ്ങോട്ടേക്ക് പറയുന്ന ചോദ്യങ്ങൾ കൂടി മറുപടി പറയാനുള്ള മനസ്സിലെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഡോക്ടർ B ജയരാജ്, ചോദ്യം ഇതാണ്: എന്തിനാണ് ഇന്നലെ തിരക്ക് പിടിച്ച് അൻവറിനെ അറസ്റ്റ് ചെയ്തത്? ഇന്നലെ അറസ്റ്റ് ചെയ്തത് പ്രൊവക്കേഷനാണ്. ഈ പറഞ്ഞത് കണക്കോലെ വീഡിയോ റെക്കോർഡിങ്ങുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ DFO ഓഫീസ് അടിച്ചു തകർത്തതിന് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു നോട്ടീസ് തന്നാൽ മതി, അല്ലെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. നിയമവാഴ്ചയെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുൻപാകെ ഞാൻ എത്തുമായിരുന്നുവെന്ന്. അത് ചെയ്യാതെ ഇരിക്കുന്നു. ഈ പോലീസ് ഓഫീസിന് കൺമുന്നിലാണ് ഈ DFO ഓഫീസ്. അവിടെ നടക്കുന്ന വിക്രിയകൾക്കെല്ലാം മൂകസാക്ഷികളായി പോലീസ് നിന്നത് എന്തിന്? അവിടെ നിന്ന് 4 പേരെ പിടിച്ചുകൊണ്ട് വരുന്നു. അവരുടെ പേരുകൾ എഴുതി വെക്കുന്നില്ല, ഒരു FI സ്റ്റേറ്റ്മെന്റ് ഇല്ല.
അതെല്ലാം മണിക്കൂറുകൾക്ക് ശേഷം 5 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ആണ് അൻവറിനെ പിടിക്കുക എന്ന നിർദ്ദേശം കിട്ടുന്നതിന്റെ ഭാഗമായി പിന്നെ ഇതെല്ലാം ചമയ്ക്കുന്നത്. എന്തിനായിരുന്നു ഇതെല്ലാം? ഈ അൻവറിനെ പ്രത്യേകിച്ച് പിൻ പോയിന്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അകത്തിട്ടു എന്നുള്ള ഒരു കോൺസ്പിറസി തിയറി ഒന്നും വേണു ഇടുന്നുണ്ട് ഉണ്ടാക്കൊന്നും വേണ്ട. കോടതി ചോദിച്ചത് അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. കോടതി ചോദിച്ചത് അല്ലല്ല. താങ്കൾ ആ ജാമ്യ ഉത്തരവ് വായിച്ചാൽ അത് കോടതിയുടെ വിലയിരുത്തലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കോടതി പറയുകയാണ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ 4 പേരെ പിടികൂടി നിങ്ങൾ കൊണ്ടുവന്നു, അവരുടെ ഒന്നും പേരിതിലില്ല, നിങ്ങൾ അൻവറിന്റെ പേര് മാത്രം പ്രത്യേകമായി പരാമർശിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. എന്തിനായിരുന്നു ഇത്ര വലിയ സന്നാഹത്തോടുകൂടി അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോയത്? ഇതൊക്കെ ആ ജാമ്യ ഉത്തരവിന്റെ ഭാഗമായി വരുന്നതാണ്. കോടതിക്ക് കോടതിയുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, കോടതിയുടേതായ പ്രൊറോഗേറ്റീവ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വിട്ടു. കോടതിക്ക് അങ്ങനെ പലതും പറയാമെന്ന നിലപാടിലേക്കായോ? അങ്ങനെ പലതും പറഞ്ഞതിന്റെ ഭാഗമായിട്ടല്ല ഒരാളിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇത്തരം ഉത്തരവുകൾ ഇടുന്ന അതിനെ ന്യായീകരിക്കുന്നവർക്കൊക്കെയുള്ള ശിക്ഷ കൂടിയാണ് അൻവറിനെ ഇങ്ങനെ. അല്ലല്ല, അൻവർ ഇന്ന് കോടതിയുടെ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ മോചിതനാകുന്നുവെങ്കിൽ അതിങ്ങനെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകൾ നിർദ്ദേശിക്കുക, ആ ഉത്തരവുകൾ ഒരു പോലീസ് സേന അടിമകളെപ്പോലെ അംഗീകരിക്കുക, അതിനെ ന്യായീകരിക്കുന്ന കുറച്ച് ആളുകൾ പ്രതികരിക്കുക, ഇവർക്കൊക്കെ കിട്ടുന്ന ശിക്ഷയാണിത്. നിലമ്പൂർ കോടതിയുടെ വിധി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേണു. നിലമ്പൂർ കോടതിക്ക് നിലമ്പൂർ കോടതിയുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അത് ഉപരിക്കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഉപരിക്കോടതിക്ക് ഉപരിക്കോടതിയുടേതായ കാഴ്ചപ്പാടുണ്ടാവും. ഇതേ കാഴ്ചപ്പാടായിരിക്കത്തില്ല അതിന് മുകളിലുള്ള കോടതിയിൽ പോകുമ്പോൾ. പല കോടതികളും നടത്തിയ വിധിന്യായങ്ങൾ ഉപരിക്കോടതിയിൽ പോകുമ്പോൾ തിരിഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നേരം ഈ ചോദ്യങ്ങളെല്ലാം കീഴ്ക്കോടതിയിലുള്ളവർ എന്തിനാണ് നമുക്ക് ഭാവിയെ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള യാഥാർത്ഥ്യം അത് കോടതി അല്ലല്ല ശ്രീ ജയരാജ്, നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു കോടതി എന്തോ പറഞ്ഞു, അതിന്റെ മേളിൽ വേറൊരു കോടതി ഉണ്ടല്ലോ. ഏറ്റവും വലിയ കോടതിയെ പറ്റി ശ്രീ ആസഫ് അലി പറയുകയുണ്ടായി, അത് ജനകീയ കോടതിയാണ്. താങ്കൾ ഈ അടിയന്തരാവസ്ഥ കാലം പറയുമ്പോൾ അന്ന് ചോരയിൽ കുളിച്ച് നിയമസഭയിൽ വന്നയാൾ ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്നത് ജനകീയ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരു കോടതി ഒരു ഉത്തരവിട്ടു, അതിൻ്റെ മേളിൽ മറ്റൊരു കോടതിയുണ്ട്, അതിൻ്റെ ശ്രേണിയെ പറ്റിയല്ല ചോദ്യം. ആ കോടതി അങ്ങനെ ഉത്തരവിടുമ്പോൾ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരുന്ന വസ്തുതകളാണോ അല്ലയോ എന്നതാണ്. അതിൽ പരമപ്രധാനമായ കാര്യമാണ് ആസഫ് അലി സാറും ജിൻഡോയും പറഞ്ഞത്. അതിനെ അവർ ഒരു പ്രത്യേക കൂട്ടരാണെന്ന് പറഞ്ഞ് കാണണ്ട, അവർ പറഞ്ഞത് വസ്തുതയാണോ അല്ലയോ എന്നതാണ് അങ്ങ് പരിശോധിക്കേണ്ടത്. അതെന്താണ്? അവിടെ അക്രമത്തിന് ഭാഗമായിട്ടില്ല അൻവർ, അക്രമം നടത്തൂ എന്ന നിർദ്ദേശം നൽകിയിട്ടില്ല. ഇത് കോടതിയുടെ ബോധ്യമാണ്. പക്ഷെ കോടതിയുടെ ബോധ്യമായിരിക്കുമ്പോൾ തന്നെ അവർ ആധാരമാക്കുന്നത് എന്താണ്? സാക്ഷിമൊഴികളില്ല ആ രൂപത്തിലെന്ന് പറയുന്നു, സാഹചര്യ തെളിവുകളില്ല ആ രൂപത്തിലെന്ന് പറയുന്നു. മൂന്നാമതായി പറയുന്നത് എന്താണ്? പോലീസ് തന്നെ നൽകിയിരിക്കുന്ന പ്രോസിക്യൂഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലും അത് തെളിയിക്കാനുള്ള വസ്തുതകളില്ല എന്ന്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പ്രൊവോക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. പ്രൊവോക്കേഷനാണ് ഇതിനകത്ത്, ത്രൂ സ്പീച്ച് അല്ലെ ത്രൂ ആക്ഷൻ. പ്രൊവോക്കേഷൻ എന്നുള്ള വകുപ്പിലായിരിക്കാം ഒരു പക്ഷേ കേസ്, ആയിരിക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷേ പ്രൊവോക്കേഷനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം. ഇപ്പോൾ ഒരാൾ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്, അത് ജനക്കൂട്ടത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെ ജനക്കൂട്ടം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് 30,000 രൂപയുടെ നാശനഷ്ടങ്ങളാണല്ലോ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന മഹത്തായ പൊതുമുതൽ നശീകരണം. അല്ല, ഒരു സെക്കൻഡ്, പൊതുമുതൽ നശീകരണം 30,000 രൂപയുടേതാണല്ലോ ഈ മഹത്തായി ഈ ഖജനാവിനും ഈ സംസ്ഥാനത്തിനും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നഷ്ടം. അങ്ങനെയെങ്കിൽ അതിന് കാരണക്കാരായ 10 പേരെയാണ് പിടിക്കേണ്ടത്. അതല്ലാതെ ഇനി അങ്ങ് പറയുന്ന ഒരു വാദത്തിന് അംഗീകരിച്ചാലും, കോടതി അത് ഉൾപ്പെടെ പരിഗണിച്ചാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെ ഒരു മണ്ഡലത്തിൻ്റെ തന്നെ ജനപ്രതിനിധിയാണ്, അയാൾ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കും, പ്രസംഗിച്ചിട്ട് അവിടെ നിന്ന് പോകാം. അതിനിടയിൽ മറ്റാരെങ്കിലും എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേർ, 40 പേരാണ് ഉണ്ടായിരുന്നത്, 40 പേരും കൂടെ ചേർന്ന് നടത്തിയ ആക്രമണമല്ല അല്ലേ? അപ്പോൾ പൊതുവായൊരു നിർദ്ദേശം ആർക്കുമില്ല. അൻവർ എന്തെങ്കിലും പറഞ്ഞാൽ 40 പേരും ഒരേ രൂപത്തിൽ പ്രതികരിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. അൻവറിൻ്റേത് പറഞ്ഞുറപ്പിച്ചിട്ടുള്ള ഒരു ആസൂത്രിതമായ നീക്കമായിരുന്നു എന്ന്. 10 പേരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇങ്ങനെ അക്രമാസക്തരാകുന്നത്. അവരെ പിടികൂടുക, അവർക്കെതിരായിട്ടുള്ള നടപടികളിലേക്ക് അതിവേഗം പോവുക, അതല്ലല്ലോ പോലീസ് കാണിച്ചത്. അല്ല, ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തോ എന്നൊക്കെയുള്ള കാര്യം ഇനിയുള്ള അന്വേഷണത്തിലാണ്, പോലീസാണ് അത് വെളിവാക്കേണ്ടുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി.
ആ സമയത്ത് അതിന് കാരണക്കാരനായ ആളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ജയിലിലടച്ചു. അല്ല, നിയമം കയ്യിലെടുത്ത ആളുകളിൽ ഒരു 4 പേരെ പിടികൂടി കൊണ്ടുവന്ന ഈ മഹത്തായ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ശ്രീ ജയരാജ്. ഒരു സെക്കൻഡ്. ഈ കാര്യങ്ങൾ ചെയ്ത പ്രൊവോക്കേഷൻ അവിടെ നിൽക്കട്ടെ. പ്രൊവോക്കേഷന്റെ ഭാഗമായ അനന്തരഫലം ഉണ്ടായല്ലോ. അവിടെ ഇങ്ങനെ അക്രമാസക്തരായി ഈ പറയുന്ന ട്യൂബ് ലൈറ്റുകളും കസേരകളും ഡോറും നശിപ്പിച്ചു. ആ 4 പേരെ പിടികൂടിക്കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. ഏതാണ്ട് 11:30 മണി മുതൽ 5 മണി വരെ. ഇവരുടെ പേര് പോലും അവിടെയെങ്കിലും രേഖപ്പെടുത്തിയില്ല. നോൺ പേഴ്സൺസ് എന്ന് മാത്രമാണ് എഴുതിയത്. ഇവർക്ക് ആകെ അറിയുന്നത് അപ്പോൾ അൻവറിനെയാണോ? എന്നിട്ട് കോടതിയിൽ പോയി പറയുകയാണ് അൻവറിനെ ഞങ്ങൾക്ക് വേണം, അൻവർ വഴിയെ ഞങ്ങൾക്ക് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കണ്ടെത്താൻ കഴിയുള്ളൂ, അക്രമം നടത്തിയവരെ എന്ന്. അപ്പോൾ ഈ പോലീസിന്റെ കൈക്കീഴിലാക്കി അവർ തന്നെ വെച്ചുകൊണ്ടിരുന്ന ബന്ദോബസ്തിൽ വെച്ചിരുന്ന 4 പേരുടെ പേരൊന്നും ചോദിച്ചറിയാൻ കഴിയാതെ പോയത് എന്തേ പോലീസിന്? അവിടെ എന്താണ് നടന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വാസ്തവം കൃത്യമായിട്ട് അറിയില്ല. ഇതൊരു ബനാന റിപ്പബ്ലിക് ആക്കാനുള്ള നീക്കമാണ് നടന്നത് ശ്രീ ജയരാജ്. അങ്ങ് അവിടെ നേരിട്ട് പോയിരിക്കേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിശോധനയിലൂടെ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതൊരു ബനാന റിപ്പബ്ലിക് ആക്കാനുള്ള നീക്കമായിരുന്നു. അതാണ് പൊളിച്ചടുക്കിയത് 15 മണിക്കൂർ കൊണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നത് ഇത് കേരളമാണ് എന്ന്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഹംസ പറക്കാട്ട്, എന്താണ് ഈ പറയുന്ന അതിവേഗത്തിൽ ഈ അൻവറിനെ മാത്രം പിടികൂടി അകത്തിടാനുള്ള ഈ അതീവ താല്പര്യത്തിൻ്റെ പിന്നിൽ? ഇപ്പോൾ ഇന്ന് LDF കൺവീനർ പറയുന്നു, ഇന്ന് വനം മന്ത്രി പറയുന്നു, അതൊക്കെ പോലീസിൻ്റെ നടപടികളാണ്. വനം മന്ത്രി ആണയിട്ട് പറയുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ നടപടികളൊക്കെ. ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൂടല്ലോ, അവർ ഞങ്ങളോട് ഇക്കാര്യങ്ങളൊന്നും സംസാരിച്ചും കൂടല്ലോ. എത്ര നിഷ്പക്ഷമായി നടക്കുകയാണ് ഇവിടുത്തെ ഈ ക്രമസമാധാന പാലനം എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് കേട്ടോ വനമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് ഇതിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ അവിടുത്തെ ഈ DYSPക്ക് സ്വമേധയാ തോന്നിയതാണോ അൻവറിനെ പിടിച്ചൊരു ദിവസം അകത്തിടണമെന്ന്? ഇനി ഒറ്റയാൾ പോരാട്ടത്തിനില്ല എന്ന് വ്യക്തമാക്കുകയാണ് അൻവർ. കൂടാതെ എല്ലാം ഈ പിണറായിസത്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഇന്നലത്തെ മുദ്രാവാക്യങ്ങളിലും ഇന്നത്തെ ആവർത്തിക്കുന്ന മുദ്രാവാക്യങ്ങളിലുമെല്ലാം പിണറായിക്ക് മാത്രമാണ് വിമർശനം. അതെന്തുകൊണ്ട്? പിണറായി ഗവൺമെൻറ്റിനെതിരെ അദ്ദേഹം ഈ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അതിൽ മുഖം തിരിക്കാതെ, അതിനൊരു പരിഗണനയും കൊടുക്കാതെ പിണറായി ഗവൺമെൻറ് ശ്രമിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിൻ്റെ ക്ഷീണം വന്നെത്തുന്നത് പിണറായിക്കാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് PV അൻവറിനെ ഏതെല്ലാം രീതിയിൽ തകർക്കാൻ സാധിക്കുമോ ആ ഒരു കാര്യവുമായ ഗവൺമെൻറ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ ADGP ആസിഫ് അലി സാറും കോൺഗ്രസിൻ്റെ പ്രതിനിധി ഡോക്ടർ ജിൻഡോയും ഇവിടെ സൂചിപ്പിച്ചു ഈ കാര്യങ്ങളിൽ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ. ഇതിനു മുമ്പ് പല ആളുകൾ LDFൻ്റെ ആളുകൾ പ്രതിയായിട്ടുണ്ട്. നേരത്തെ ജിൻഡോ സൂചിപ്പിച്ച ചാലക്കുടി പോലീസ് ആക്രമണം, പോലീസ് ജീപ്പ് തല്ലി പൊളിച്ച കേസ്, ഇതിലൊന്നും കാണിക്കാത്ത, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റിൻ്റെ കാര്യത്തിലെടുത്ത ആ നിലപാട്, ഇതിലൊന്നും കാണിക്കാത്ത ഒരു തിടുക്കവും ആണ് PV അൻവറിനോട് ഈ ഗവൺമെൻറ് കാണിച്ചത്. ഇന്നലെ അത് സംബന്ധിച്ച് മലപ്പുറം SP നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്ന് 3-4 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരുമായി ഗൂഢാലോചന നടത്തി എങ്ങനെ PV അൻവറിനെ ഈ അറയിൽ പാർപ്പിക്കാമെന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി 10:30 മണിക്ക് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തിന് 18 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചു. നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ അത് ചെന്നെത്തിയാൽ അതിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നത് പിണറായിയുടെ ഗവൺമെന്റുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഏത് രീതിയിലും ജയിലിലടക്കാൻ തീരുമാനിച്ചത്. ജനകീയ വിഷയത്തിൽ പുതിയൊരു പോർമുഖം തുറക്കുകയായിരുന്നു അൻവർ. അതുമായി ബന്ധപ്പെട്ട് പിണറായിയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് സ്വാഭാവികമായും പോകുന്നു. പക്ഷേ അത് നേരത്തെ ഏറ്റുമുട്ടലുകളുടെ രാഷ്ട്രീയ സ്വഭാവമല്ല ആർജിച്ചത്. അത് പൊതുസമ്മതി നേടുന്നു, പ്രതിപക്ഷം അതിന് മാനസികമായ പിന്തുണയും നൽകുന്നു. അതിനുശേഷം ഇപ്പോൾ അൻവറും വ്യക്തമാക്കുകയാണ് അൻവർ ഇനി ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിനില്ല എന്ന്. അഡ്വക്കേറ്റ് ആസഫ് അലി, ഇവിടെ അൻവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞൊരു കണക്ക്,
ഈ 1,30,00,000 ആളുകളെ ബാധിക്കുന്ന 63 മണ്ഡലങ്ങളിൽ താമസിക്കുന്നവരെ ബാധിക്കുന്ന 430ഓളം പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഈ കിരാത നിയമം, വന നിയമ ഭേദഗതി, അത് പാസ്സായിരുന്നുവെങ്കിൽ അൻവറിന് ഇന്ന് ജയിൽ മോചിതനാകാൻ കഴിയുമായിരുന്നില്ല എന്ന്. അപ്പോൾ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ആവലാതികൾ കേട്ട ഒരു സർക്കാർ കൂടിയാണ് എന്നാണല്ലോ ഇപ്പോൾ പിണറായി സ്വയം അവകാശപ്പെടുന്നത്. തിരുത്തലുകളൊക്കെ വരുത്തുമെന്ന സൂചനകളും വരുന്നു. പക്ഷേ ആരുടെ ബുദ്ധിശാലയിലാണ് ഇങ്ങനെ ഒരു കിരാത നിയമം ഉണ്ടായത്? ഇന്നിപ്പോൾ വനം മന്ത്രി വിലപിക്കുന്നതും ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുകയായിരുന്നു, അവിടെ വാഹനങ്ങളില്ലെങ്കിലും കെട്ടിടമുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ പരിഹാസ രൂപേണ ചോദിച്ചപ്പോഴുള്ള മറുപടി, ആ കെട്ടിടത്തിൽ കഴിയുന്നത് ജീവൻ പണയം വെച്ചുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന്. അപ്പോൾ ഈ ജീവൻ പണയം വെച്ചുള്ള ഉദ്യോഗസ്ഥരെ മറ്റൊരു പോലീസ് സേനയാക്കി മാറ്റുക എന്നത് ആരുടെ ബുദ്ധിശാലയിൽ ഉണ്ടായതാണ്? ഇങ്ങനെ അൻവറുമാരെ മുഴുവൻ വേട്ടയാടി ജയിൽ നിറയ്ക്കാനായിരുന്നോ ഈ സർക്കാർ ഈ കിരാത നിയമം കൊണ്ട് ആലോചിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് ആണ്. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ ഒരു റോബോട്ടിനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല മുഖ്യമന്ത്രിയുടെ ഭരണം നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓരോ ദിവസം പുറത്തു കൊണ്ടുവരുന്ന കാര്യങ്ങൾ. കേരളത്തിലെ ആ വനഭേദഗതി എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ല. പ്രോ പീപ്പിൾ ആയിരിക്കണ്ടേ? നമ്മുടെ ഭരണഘടനക്ക് അനുസൃതമായി ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന അവകാശങ്ങൾ പരിരക്ഷിക്കേണ്ടതായിരിക്കണ്ടേ? മൃഗവും മനുഷ്യനും വന്നാൽ പ്രൊട്ടക്ഷൻ മൃഗത്തിനാണ്, മനുഷ്യനല്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഹ്യൂമൻ ബീയിങ് വൈൽഡ് അനിമൽ കോൺഫ്ലിക്റ്റിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതി കേരള സമുദായത്തിന് കൊടുത്തിരിക്കുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു നിർദ്ദേശം കേരളത്തിൽ ഫലപ്രദമായി ഈ 8 വർഷത്തിനിടയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇൻസ്റ്റാളിംഗ് സോളാർ പവർ ഫെൻസ് എത്ര സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്? ഈ മരണങ്ങളെല്ലാം, ഈ ആക്രമണങ്ങളെല്ലാം നടക്കുമ്പോൾ സർക്കാർ എന്തെങ്കിലും ചെയ്യാൻ ഈ നിർദ്ദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? എലഫന്റ് പ്രൂഫ് ട്രെഞ്ച് സ്ഥാപിച്ചിട്ടുണ്ടോ? എത്ര സ്ഥലം സ്ഥാപിച്ചിട്ടുണ്ട്? എലഫന്റ് പ്രൂഫ് വാൾസ്, റെയിൽ ഫെൻസസ്. ശരി, നമ്മൾ ചർച്ച ചെയ്താണ്. മാത്രമല്ല, കുട്ടമ്പുഴയിൽ ഒരു മരണം ഉണ്ടായതിനു ശേഷമാണ് അവിടെ ഈ പറയുന്ന കിടങ്ങുകളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോയത്. ഞാൻ ഇടപെടുകയാണ് സാർ, സമയം കഴിഞ്ഞതുകൊണ്ട്. അവസാനമായി രാഷ്ട്രീയ ചോദ്യം, ശ്രീ ജിൻഡോ ജോൺ. ഇനി ഒറ്റയ്ക്കുള്ള പോരാട്ടമല്ല എന്ന് പറയുന്നു, കൂടെ ആരുണ്ടാകും? അല്ല, ഇതിൽ അൻവറിൻ്റെ കൂടെ ആരുണ്ടാകും എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ്, അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോക്കസിന് കൂടി പ്രാധാന്യമുണ്ട്. അദ്ദേഹം ആരെയാണ് എയിം ചെയ്യുന്നത്, അദ്ദേഹം എന്തൊക്കെ വിഷയങ്ങളാണ് അദ്ദേഹത്തിന് വ്യക്തത വരുത്തേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹമാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനുശേഷമാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ ഒരു വ്യക്തത വേണം, ആർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ വ്യക്തത വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ എത്രത്തോളം ആളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. അദ്ദേഹത്തെ മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. ശബരിനാഥൻ എന്ന് പറഞ്ഞ മുൻ MLA സമാനമായ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ നോക്കി. VD സതീശനെ, പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും വരെ ഇതുപോലെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാനുള്ള ശ്രമം നടത്തി പിണറായി സർക്കാർ. അതിന്റെ 4-1 ആവേശത്തോടെ K വിദ്യയോ ആർഷോയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിഖിൽ പുല്ലനെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് കേരള പോലീസ് ആവേശം കാണിക്കുന്നത് നമ്മൾ കണ്ടില്ല. എന്തിനപ്പോ ഈ ജയരാജ്, ഞാൻ 1 മിനിറ്റ് പോലും എടുക്കില്ല, ഞാൻ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നിയമം കയ്യിലെടുത്തതിന്റെ പേരിലാണ് PV അൻവറെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. എങ്കിൽ നിയമം കയ്യിലെടുത്തതിന്റെ പേരിൽ നിയമസഭ ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള MLA-മാരും മന്ത്രിമാരും അടക്കമുള്ള ആളുകളെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് എന്തിനാണ് നിങ്ങൾ കോടതിയിൽ വാദിക്കുന്നത്? എന്തിനാണ് ആ കേസ് ഒഴിവാക്കണമെന്ന് പറയുന്നത്? നിയമം കയ്യിലെടുത്ത നാട്ടുകാർ മുഴുവൻ കണ്ടതല്ലേ. ഇനി നിയമം കയ്യിലെടുത്ത ആ മന്ത്രി ശിവൻകുട്ടിയെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പിണറായി സർക്കാരിന് അവകാശമുണ്ടോ? ഇല്ല. ഇനി പ്രൊവോക്കേഷനാണ് പ്രശ്നമെങ്കിൽ പ്രൊവോക്കേഷന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ച PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ എത്ര സമയമെടുത്തു? അത് PP ദിവ്യയുടെ സൗകര്യത്തിന് അറസ്റ്റ് ചെയ്തത്. അതുപോലെ കട്ടപ്പനയിൽ ഒരു സാബു ആത്മഹത്യ ചെയ്ത കേസിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സജിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? പ്രൊവോക്കേഷൻ ഉണ്ടായിരുന്നില്ലേ? അതുപോലെ പെരിയയിലെ 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊല്ലുന്നതിന് കാരണക്കാരായിട്ടുള്ള പ്രൊവോക്കേഷൻ നടത്തിയ VPP മുസ്തഫയെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. അപ്പൊ പ്രൊവോക്കേഷൻ ഒന്നുമല്ല. നിങ്ങൾക്ക് പകയിൽ പടച്ചെടുത്ത കേസിൽ PV അൻവറെ ഒരു ദിവസം അകത്തിടാൻ പറ്റി. അതിനപ്പുറത്ത് ഈ കേസിൽ ഒന്നുമില്ല. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്പെഷ്യൽ എഡിഷനിൽ ഒരു ഇടവേള കൂടി.